മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറാണ് പ്രിയദർശൻ. മലയാള സിനിമ ഒരിക്കലും മറക്കില്ല പ്രിയദർശന്റെ സംഭാവനകൾ. മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലും മുൻനിര സംവിധായകനായി സാന്നിധ്യം അറിയിച്ച പ്രിയനെ തേടി ദേശീയ പുരസ്കാരമടക്കം എത്തിയിട്ടുണ്ട്. സിനിമ ആസ്വാദകർ എന്നും ഓർത്തിരിക്കുന്ന നിരവധി മുഹൂർത്തങ്ങളും ഫ്രെയിമുകളും പ്രിയദർശൻ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളും. ഇപ്പോഴിതാ പ്രിയദർശനും യേശുദാസും തമ്മിൽ പിണക്കമുണ്ടെന്ന ഗ്ലോസിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗായകൻ NG ശ്രീകുമാർ. തന്റെ യൂട്യൂബ് ചാനലിലെ ഓർമ്മകളിലൂടെ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു NG ശ്രീകുമാർ. പ്രിയദർശനും യേശുദാസും തമ്മിൽ പിണക്കമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു അദ്ദേഹം. ആ വാക്കുകൾ ഇങ്ങനെ: സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, പക്ഷേ തെറ്റിദ്ധാരണയുണ്ടായി. ചെപ്പ് എന്ന സിനിമയിൽ പാടാൻ വേണ്ടി മദ്രാസിൽ ദാസേട്ടൻ വന്നു. ദാസേട്ടന് ഒരു രീതിയുണ്ട്. വന്നു കഴിഞ്ഞാൽ സംഗീത സംവിധായകനും മ്യൂസിക് ഡയറക്ടറും മാത്രമേ കാണാൻ പാടുള്ളൂ. വരികൾ എഴുതുന്നു, മ്യൂസിക് ഡയറക്ടർ എല്ലാം പഠിപ്പിക്കുന്നു. ഓക്കെ ആണെന്ന് പറഞ്ഞ ശേഷം വെള്ളം കുടിക്കും. ആ സമയത്താകും ആരെങ്കിലും വരുന്നതും ഫോട്ടോ എടുക്കുന്നതുമെല്ലാം. ഇതൊന്നും അറിയാതെ പ്രിയനും നിർമ്മാതാവും 1-2 കൂട്ടുകാരും ഗാനരചയിതാവും എല്ലാവരും അവിടെ നിന്നു. അപ്പോൾ ദാസേട്ടന് ഒരു വീർപ്പ് മുട്ടലുണ്ടായി. എനിക്കും ഉണ്ടാകാറുണ്ട്. പാട്ട് എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ നോക്കിയിരുന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും. വളരെ ചെറിയ സ്പേസ് ആണ്. ഇടയ്ക്ക് മ്യൂസിക് ഡയറക്ടറോട് സംശയമൊക്കെ ചോദിക്കുന്നുണ്ടാകും. അതൊന്നും പറ്റിയെന്നു വരില്ല. അതോടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പുറത്തു പോകണമെന്ന് ദാസേട്ടൻ പറഞ്ഞു. പ്രിയനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സംവിധായകൻ ആരാണെന്ന് ദാസേട്ടന് അറിയില്ലായിരുന്നു. പ്രിയൻ അവിടെ ഇരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം പോവുകയും ചെയ്തു. നിങ്ങളും പോകണമെന്ന് ദാസേട്ടൻ പറഞ്ഞു. ഇല്ല, ഞാൻ സംവിധായകനാണെന്ന് പ്രിയൻ പറഞ്ഞു. ദാസേട്ടനാണെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പറയുകയും ചെയ്തില്ലേ? സംവിധായകനായാലും ആരായാലും ഇപ്പോൾ ഞാൻ പാട്ട് പഠിക്കുകയാണെന്നും ഇറങ്ങിപ്പോകണമെന്നും. അതിൽ പ്രിയൻ അപമാനിതനായി. പ്രിയൻ പുറത്തുപോയി പായ്ക്കപ്പ് പറഞ്ഞു. പാട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമുണ്ടായി എന്ന് കരുതി സ്ഥിരമായ ഒരു വിരോധം പ്രിയന് ദാസേട്ടനോടും ദാസേട്ടന് പ്രിയനോടുമില്ല. അങ്ങനെയാണെങ്കിൽ മേഘം എന്ന സിനിമയിൽ ഞാനൊരു പാട്ട് പാടാം എന്ന പാട്ടൊക്കെ പാടിപ്പിക്കുമോ? പ്രിയന്റെ ഹിന്ദി അടക്കമുള്ള സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. പിന്നീട് ഇത്തിരി കിട്ടിയ വലുതാക്കുന്നവരാണ് വലുതാക്കിയത്. അതല്ലാതെ കാര്യമായി ഒന്നുമില്ല എന്നാണ് NG ശ്രീകുമാർ പറഞ്ഞത്. അതേസമയം ദാസേട്ടൻ മറ്റുള്ളവരെ സിനിമയിലേക്ക് അടുപ്പിക്കാൻ സമ്മതിച്ചില്ലെന്ന കിംവന്തിയെയും NG ശ്രീകുമാർ തള്ളി പറയുന്നുണ്ട്. ദാസേട്ടന്റെ വീട്ടിലായിരുന്നു ഞാൻ. ദാസേട്ടനെ ചുറ്റിപ്പറ്റി ഒരുപാട് പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആഹാരം വാങ്ങി തന്നിട്ടുണ്ട്. ദാസേട്ടനൊപ്പം പാടിയിട്ടുമുണ്ട്. ദാസേട്ടൻ മനസ്സാ വാച കർമ്മേന ആരുടെയും അവസരം ഇല്ലാതാക്കിയിട്ടില്ലെന്നും NG ശ്രീകുമാർ പറയുന്നുണ്ട്.